സെൻട്രൽ മാഗസിൻ്റെ പുതിയ ലക്കത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കരുത്തും കായികക്ഷമതയും ഒരുപോലെ വേണ്ട ഒരു കായിക ഇനമാണ് ബോക്സിംഗ്. ആ ബോക്സിംഗ് മേഖലയിൽ കരുത്തരായ രണ്ട് പെൺകുട്ടികൾ നമ്മളുടെ നാട്ടിലുണ്ട്. തൃശ്ശൂർ സ്വദേശികളായ അമിത മധുവും ആദിത്യ മധുവും. ഇവരുടെ ഇടിവിശേഷങ്ങളാണ് ഇന്നത്തെ സെൻട്രൽ മാഗസിനിൽ ആദ്യം. ബോക്സിംഗിൽ അപൂർവ നേട്ടത്തിനുടമകളായ തിരുവില്ലാമലയുടെ അഭിമാനമായ സഹോദരികൾ. തൃശ്ശൂർ തിരുവില്ലാമല മേച്ചിറക്കളം മധു കീർത്തി ദമ്പതികളുടെ മക്കളായ അമിത മധു, ആദിത്യ മധു എന്നിവരാണ് ഇടിക്കൂട്ടിലെ പുലിക്കുട്ടികളായ സഹോദരിമാർ. കോയമ്പത്തൂരിലെ രത്നം കോളേജിൽ ബികോം വിദ്യാർത്ഥിനിയായ ആദിത്യ മധു ബോക്സിംഗിൽ തമിഴ്നാടിന് വേണ്ടിയാണ് മത്സരത്തിനിറങ്ങിയത്. കോയമ്പത്തൂരിലെ നെഹ്റു കോളേജിൽ നടന്ന ഭാരത് യൂണിവേഴ്സിറ്റി ഇന്റർ കോളിയേറ്റ് ബോക്സിംഗിൽ 48 കിലോ വിഭാഗത്തിൽ സംസ്ഥാനത്ത് 2ാം സ്ഥാനവും വെള്ളി മെഡലും കരസ്ഥമാക്കുകയും ചെയ്തു. ഞങ്ങളിവിടെ വരാൻ തുടങ്ങിയിട്ട് 1.5 വർഷമായി. അതിന് മുമ്പ് സ്കൂൾ പഠിക്കുമ്പോൾ ചെറുതായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ചെയ്യേണ്ട അത്ര പ്രൊഫഷണൽ ആയിട്ടായിരുന്നില്ല സ്കൂളിൽ. ഇവിടെ വന്നിട്ടാണ് ബോക്സിംഗ് പറഞ്ഞാൽ എന്താണെന്ന് നേരെ പഠിക്കണത് തന്നെ രണ്ടുപേരും. പിന്നെ മാച്ച് സമയത്ത് എനിക്ക് കോളേജിൽ നിന്ന് ഒരു 3 മാസം അങ്ങനെ ഗ്യാപ്പ് തരും മാച്ചിന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഫുള്ള് ഇവിടെ തന്നെ ആയിരിക്കും. ഇവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങൾ ഇവിടെ തന്നെ ആയിരിക്കും പ്രാക്ടീസ് ചെയ്യുക രണ്ടുപേരും. പിന്നെ വേറെയും കുറേ കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ, സ്റ്റേറ്റും നാഷണൽ പ്ലേയേഴ്സും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇവിടെയാണ് ഫുള്ള് പ്രാക്ടീസ് ചെയ്തിരിക്കാറ്. 54 കിലോ വിഭാഗത്തിൽ അനുജത്തി അമിത മധു കേരളത്തിന് വേണ്ടി മത്സരത്തിനിറങ്ങുകയും സ്വർണം കരസ്ഥമാക്കി ദേശീയ തലത്തിൽ പങ്കെടുക്കാനുള്ള യോഗ്യതയും നേടി. ഞാൻ പ്രാക്ടീസ് തുടങ്ങിയിട്ട് 1.5 വർഷമായിട്ടുള്ളൂ. ചേച്ചി വന്നിട്ട് ചെറുപ്പം തൊട്ടേ ചെയ്യും. അപ്പോൾ ഞാൻ ചെറുതാണ് പറഞ്ഞിട്ട് എന്നെ കേട്ടില്ലായിരുന്നു. പിന്നെ അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് വന്നു. തമിഴ്നാടായിരുന്നു ഫസ്റ്റ്. അവിടെ നിന്നായിരുന്നു ഇൻട്രസ്റ്റ് വന്ന് ഇവിടെ ചേരാൻ വേണ്ടിയിട്ടായിരുന്നു ഇവിടുത്തെ ഒരു സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്ത്. മെഡൽ കിട്ടിയത് ബോക്സിംഗ് സ്കൂൾ ഗെയിംസിലായിരുന്നു, സ്റ്റേറ്റിലായിരുന്നു കിട്ടിയത്. വീട്ടിൽ നല്ല സപ്പോർട്ടാണ്. അച്ഛനാണ് കുറച്ചും കൂടി സപ്പോർട്ട് കൂടുതൽ. പിന്നെ അമ്മയ്ക്കും അതുപോലെ സപ്പോർട്ടുണ്ട്. ഫ്യൂച്ചറിൽ ഇത് കണ്ടിന്യൂ ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. ഹോപ്പ് കണ്ടിന്യൂ ചെയ്യുന്നു. ആ ഒരു ഫീൽഡിന് പോകണമെന്നുണ്ട്. ബട്ട് ആൾസോ ഫിനാൻഷ്യലി നോക്കണമല്ലോ. അപ്പോൾ ഇതിലൂടെ എവിടെയെങ്കിലുമൊക്കെ എത്തണം എന്നുണ്ട്. വടക്കഞ്ചേരി സ്പാർട്ട് എമ്മിലെ നിഖിലാണ് സഹോദരിമാർക്ക് പരിശീലനം നൽകുന്നത്. ഏകദേശം 1.5 വർഷമായിട്ടുള്ളൂ കുട്ടികൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അവരുടെ നിരന്തരമായിട്ടുള്ള ഒരു പ്രാക്ടീസിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ 1.5 വർഷം കൊണ്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ ഏകദേശം ഒരു 25 കിലോമീറ്ററോളം ഡെയിലി അവർ യാത്ര ചെയ്തുകൊണ്ടാണ് ഈ വർക്കൗട്ട് ഇവിടെ വരെ ചെയ്യാൻ വരുന്നത്. പാലക്കാട് ജില്ലയിലെ ഏക ഗോൾഡ് മെഡൽ എന്ന് പറയുന്നത് അമിതയുടെയാണ്. ഇനി നെക്സ്റ്റ് അവർക്കുള്ളത് സ്കൂൾ നാഷണൽസ് ആണ്. പാലക്കാട് തൃശ്ശൂർ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലാണ് ഇവരുടെ ജനനം. സ്വർണ്ണപ്പണിയും കാർഷിക വൃത്തിയുമാണ് മാതാപിതാക്കളുടെ തൊഴിൽ. ബോക്സിംഗ് പരിശീലനങ്ങൾക്ക് സാധ്യതയില്ലാത്ത പശ്ചാത്തലമാണെങ്കിലും അതൊന്നും ഈ സഹോദരിമാർക്ക് തടസ്സമായില്ല. എല്ലാ പ്രതിസന്ധികളെയും ഇവർ ഇടിച്ചു താഴെയിട്ടു. ഇതിനേക്കാളും ചെറിയ പിള്ളേരൊക്കെ വരാറുണ്ട്. എല്ലാ പ്രായത്തെ ആൾക്കാരും നമ്മുടെ ക്ലബ്ബിലുണ്ട്. ഭാവിയിൽ കണ്ടിന്യൂ നിർത്താനുള്ള പ്ലാനൊന്നുമില്ല. സ്റ്റഡീസിൻ്റെ കൂടെ ഇതും കൊണ്ടുപോകണമെന്നാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു രണ്ടുപേരും. ബോക്സിങ്ങിനോടുള്ള അടങ്ങാത്ത ആഗ്രഹം അവരെ വിജയാരവങ്ങളിലേക്ക് എത്തിച്ചു. കഠിനമായ അധ്വാനവും മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും പിന്തുണയും ഇവരെ വിജയത്തിലെത്തിക്കാൻ സഹായിച്ചു. പഠിച്ചത് കോയമ്പത്തൂരായിരുന്നു. ഒരു ലോക്ക്ഡൗണിൻ്റെ മുന്നേ വരെ 2020 ഇവിടെ വന്നത്. ഇനിയും നമ്മൾ മുന്നിലേക്ക് വരട്ടെ എന്നുള്ള നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളും കാര്യങ്ങളും ചെയ്തു നോക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ അടുത്ത് കിടക്കട്ടെ വേണ്ടി നമ്മളിരിക്കണം. ഇനി ഭാവിയിലേക്കും പോകണമെന്നുണ്ട്. ഇനി നമ്മൾ അവിടെ എങ്ങനെ എത്തണം, നമ്മുടെ ഇതിലുള്ള കാര്യങ്ങളനുസരിച്ചുള്ള പൊസിഷൻ അനുസരിച്ചുണ്ടാവും. തൃശ്ശൂരിൽ മികച്ച പരിശീലന കേന്ദ്രമില്ലാത്തതിനാൽ പാലക്കാട് വടക്കഞ്ചേരിയിലാണ് അമിതയും ആദിത്യയും പരിശീലനം നടത്തുന്നത്. പഠനത്തിനിടയിലും കിലോമീറ്ററുകൾ സഞ്ചരിച്ച് വടക്കഞ്ചേരിയിലെത്തി കഠിന പരിശ്രമത്തിലൂടെ നേടിയെടുത്തതാണ് ഈ മെഡലുകൾ. അമിതയുടെയും ആദിത്യയുടെയും വിജയത്തിൽ കോച്ച് നിഖിലിന് വലിയ പങ്കുണ്ട്. കൃത്യമായ പരിശീലനത്തിലൂടെ ആർജിച്ചെടുത്തതാണ് ഈ സഹോദരിമാരുടെ ബോക്സിംഗ് വൈദഗ്ധ്യം. മക്കളുടെ നേട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അച്ഛനമ്മമാരുടെ വാക്കുകളിൽ അഭിമാന നിറവ്. അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്
സ്പോർട്സിലൊക്കെ പോകാനായിട്ടും സ്കൂളിൽ പോകുന്നതിനും വെച്ചും കൂടുതൽ പ്രാക്ടീസിന് പോകാനാണ് കൂടുതൽ താല്പര്യം. അവർ കോയമ്പത്തൂരിൽ നിന്ന് ചെറിയ രീതിയിൽ നമ്മൾ സ്കൂൾ ചേർത്തുമ്പോൾ തന്നെ അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാവുമല്ലോ. അതിൽ കൂടെ ബോക്സിങ്, കരാട്ടെ, യോഗ അങ്ങനെ ഇവർ എല്ലാത്തിലും പങ്കെടുക്കുമായിരുന്നു. അവർക്ക് എന്താ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് വീട്ടിൽ അച്ഛനമ്മയും നല്ല സപ്പോർട്ടാണ്. ഇപ്പോൾ ഞങ്ങൾ 5 മണിക്ക് പോകണം പറഞ്ഞ് അമ്മ 3 മണിക്കൊക്കെ എണീച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കി തരിക, അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ അമ്മമ്മൻ്റെ വീട്ടിലാണ്, അവിടെ അമ്മമ്മയാണെങ്കിലും അങ്ങനെയാണ്. കോയമ്പത്തൂരിലെ സ്വർണ്ണപ്പണി ഉപേക്ഷിച്ച് നാട്ടിലെത്തി തിരുവില്ലാമലയിൽ താമസമാക്കിയപ്പോൾ മക്കളുടെ ആഗ്രഹവും മുറുകെ പിടിച്ചാണ് അച്ഛനമ്മമാർ എത്തിയത്. ഇവർക്ക് പുറമെ അമ്മാവനും കുട്ടികളുടെ ബോക്സിംഗ് താല്പര്യത്തിന് ഊർജ്ജം പകർന്നു. കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണ ഇവരെ വിജയം കൈവരിക്കാൻ സഹായിച്ചു. എൻ്റെ മരുമക്കളാണ് ഈ കുട്ടികൾ. എന്നാൽ അറിയുന്ന കാര്യങ്ങളൊക്കെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ബോക്സിംഗ് ഫീൽഡിൽ ഇവിടെ ഈ പ്രദേശത്ത് ആരും തന്നെ ഇല്ല. ഒരു രക്ഷിതാവ് എന്ന നിലയിൽ ഞാൻ അവരെ എന്നെ കൊണ്ടുവിടാനും അതേപോലെ വീട്ടിൽ നിന്ന് വടക്കഞ്ചേരി കൊണ്ടുവിട്ട് അതേപോലെ വൈകുന്നേരം വരുമ്പോഴും ഞാൻ കുട്ടികളെ കൊണ്ടുവരാറുണ്ട്. സ്കൂൾ, കോളേജ് തലങ്ങളിൽ നിരവധി മത്സരങ്ങളിൽ മെഡലുകളും അവാർഡുകളും ഇവർ വാരിക്കൂട്ടിയിട്ടുണ്ട്. ഇനിയും കൃത്യവും കഠിനവുമായ പരിശീലനം തുടർന്ന് രാജ്യത്തെ പ്രതിനിധീകരിച്ച് മത്സരിക്കണമെന്നതാണ് സഹോദരിമാരുടെ ആഗ്രഹം. ഇനി ഇന്ത്യക്ക് വേണ്ടി കളിക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെ പ്രാക്ടീസ് ചെയ്യണം. മക്കളുടെ ആഗ്രഹത്തിന് പൂർണ്ണ പിന്തുണയാണ് രക്ഷിതാക്കൾ നൽകുന്നത്. ഇരുവരും ബോക്സിംഗിൽ വൻ വിജയം കൈവരിക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ഈ അച്ഛനമ്മമാർ.